നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വളരെയധികം പോഷക ഗുണങ്ങളുള്ള അടുക്കളയിലെ അവിഭാജ്യ ഘടകമായ ഒന്നാണ് ഉലുവ. വിൻ്റർ സീസണിൽ വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിളയാണിത്. മേത്തിയില, കസൂരി മേത്തി എന്നീ പേരുകളിലും ഇതറിയപ്പെടുന്നു. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വളരെയധികം ഉപകാരം ചെയ്യുന്ന ഒന്നാണ് ഉലുവയും ഉലുവയിലയുമെല്ലാം. ചെറിയ കയ്പ് രസമാണ് ഇതിനുള്ളതെങ്കിലും വളരെയധികം പോഷക ഗുണങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. പ്രമേഹ രോഗ നിയന്ത്രണത്തിന് ഉത്തമമായ ഒരു ഔഷധം കൂടിയായിട്ടാണ് ഇവയെ അറിയപ്പെടുന്നത്. കൂടാതെ ശരീരത്തിലെ കൊഴുപ്പിനെ നിയന്ത്രിച്ച് ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും ഇവ സഹായിക്കുന്നു. മണ്ണിൽ മാത്രമല്ല, മണ്ണില്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉലുവ കൃഷി ചെയ്തെടുക്കാൻ സാധിക്കും. വെള്ളം ഉപയോഗിച്ച് അക്വാപോണിക് രീതിയിൽ മൈക്രോഗ്രീൻസായും അല്ലാതെയുമെല്ലാം നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഉലുവ. വെള്ളത്തിൽ എങ്ങനെയാണ് മൈക്രോഗ്രീൻസായി വളർത്തുന്നത് എന്നുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാനത് കൊടുക്കാം, കാണാത്തവരെ ഒന്ന് കണ്ടു നോക്കാൻ ശ്രമിക്കുക. മൈക്രോഗ്രീൻസായി പലരും ഉലുവ വളർത്താറുണ്ട്. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഷെയർ ചെയ്യുന്നത്. നല്ല തണുപ്പുള്ള കാലാവസ്ഥയോടൊപ്പം സൂര്യപ്രകാശവും നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു വിളയാണ് ഉലുവ. അതിനാൽ തന്നെ വിൻ്റർ സീസണാണ് ഇവ കൃഷി ചെയ്യുവാൻ അനുയോജ്യമായ കാലാവസ്ഥ. ഇവിടെ നവംബർ ടു ഫെബ്രുവരി മാസങ്ങളിലാണ് ഉലുവ കൃഷി ചെയ്യാൻ അനുയോജ്യം. ചെടികൾ വളർന്നു വരുന്നതനുസരിച്ച് മുഴുവനായി പിഴുതെടുത്തോ അല്ലെങ്കിൽ മുകൾ ഭാഗം മുറിച്ചെടുത്ത ഇലകൾ മാത്രം എടുത്ത് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ അധികം മൂപ്പെത്തുന്നതിന് മുന്നേ ചൂടോടുകൂടി തന്നെ പിഴുതെടുത്ത് അങ്ങനെ വേരുകൾ കട്ട് ചെയ്ത് ഉപയോഗിക്കുകയാണ് ചെയ്യാറുള്ളത്. പലതരം വിഭവങ്ങൾ നമുക്ക് ഇതുകൊണ്ട് ചെയ്യുവാൻ സാധിക്കും. കറിയായും മേത്തി ചപ്പാത്തി അങ്ങനെ ഉണ്ടാക്കുന്നതിനും മേത്തി ലീവ്സ് ആയിട്ട് എടുക്കുന്നതിനും ഉപയോഗിക്കാറുണ്ട്. മേത്തി ലീവ്സ് തയ്യാറാക്കുന്ന രീതി മറ്റൊരു വീഡിയോയിൽ പിന്നീട് കാണിക്കാം. അപ്പോൾ എങ്ങനെയാണ് എളുപ്പത്തിൽ കൃഷി ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. കടയിൽ നിന്ന് മേടിക്കുന്ന സീഡ് ഉപയോഗിച്ച് തന്നെയാണ് കൃഷി ചെയ്തത്. ഏകദേശം 4 മണിക്കൂർ നേരം കുതിർത്ത് വെച്ച വിത്തുകളാണ് ഉപയോഗിച്ചത്. 6 മുതൽ 8 മണിക്കൂർ വരെ കുതിർത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് മുള വരാൻ ഇത് സഹായിക്കും. കുതിർത്ത് വെച്ചതിന് ശേഷം നടുകയാണെങ്കിൽ പെട്ടെന്ന് മുളച്ച് കിട്ടാനും ഇത് എളുപ്പമാകും. മണ്ണും ചകിരിച്ചോറും മിക്സ് ചെയ്ത് അതിൽ അടിവളമായിട്ട് ആട്ടിൻ കാഷ്ടമാണ് ഉപയോഗിച്ചത്. ചാണകപ്പൊടിയും ഉപയോഗിക്കാറുണ്ട്. വെർമി കമ്പോസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആര്യവേപ്പിൻ്റെ ഇലകൾ ഉണക്കിപ്പൊടിച്ചത്. ഇതൊക്കെയാണ് മണ്ണ് തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചത്. വിത്തുകൾ വിതയ്ക്കുന്നതിന് മുന്നോടിയായിട്ട് കുറച്ച് ദിവസം നനച്ചു കൊടുത്തിരുന്നു. പിന്നീട് മണ്ണ് ഒന്നുകൂടി ഇളക്കി കൊടുത്തതിന് ശേഷമാണ് വിത്തുകൾ പാകിയത്. ചീരയുടെ വിത്തുകൾ പാകുന്ന രീതിയിൽ തന്നെയാണ് ഉലുവയുടെ വിത്തുകളും പാകിയത്. ചെടികൾ അടുത്തടുത്ത് നിൽക്കുന്നതിന് വേണ്ടി വിത്തുകൾ അടുപ്പിച്ച് തന്നെയാണ് ഇട്ടതും. ഇതിനുശേഷം വിത്തുകൾ അവിടെ ഇവിടെ ചിന്നി ചിതറി പോകാതിരിക്കുന്നതിന് വേണ്ടി മണ്ണിട്ട് കുറച്ച് മൂടി കൊടുക്കുകയും ചെയ്തു. നനയ്ക്കുമ്പോഴും വിത്തുകൾ മണ്ണിന് മുകളിൽ വരാതെ അധികം ശക്തിയില്ലാതെ വേണം നനച്ചു കൊടുക്കാൻ. മണ്ണ് ഉണങ്ങിപ്പോകാതെയും വളരെയധികം ശ്രദ്ധിക്കണം. വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിത്തുകളെല്ലാം മുളച്ചു കിട്ടും. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ. മണ്ണിൻ്റെ നനവനുസരിച്ച് നന ക്രമീകരിച്ചു കൊടുക്കണം. മണ്ണുണങ്ങിയാൽ എളുപ്പത്തിൽ നശിച്ചു പോകുന്നൊരു ചെടി കൂടിയാണ് ഉലുവ. തണുപ്പ് കാലമായതിനാൽ ഒരു നേരത്തെ നന മാത്രമേ ഇതിന് ആവശ്യമായിട്ട് വന്നുള്ളൂ. മേത്തി ലീവ്സ് നടുന്നത് കൂട്ടമായിട്ട് തന്നെയാണ്. പറിച്ചു മാറ്റി നട്ടാൽ അത്ര ശരിയാകാറില്ല. അതിനാൽ തന്നെ ക്യാനുകളിൽ അങ്ങനെ തന്നെ കൂട്ടമായിട്ട് നിർത്തുന്നതാണ് നല്ലത്. വെള്ളം ഒഴിക്കുമ്പോൾ അധികമാകാനും പാടില്ല. കൂടുതലായാൽ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കണ്ടെയ്നറുകളിലും ഗ്രോ ബാഗുകളിലും വളർത്തുമ്പോൾ നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്നത് പോലെ വേണം ഇവ ക്രമീകരിക്കുവാൻ. ഈച്ചകളുടെ ശല്യം ഉണ്ടാകാതിരിക്കുവാനായി അടുത്തായി യെല്ലോ ട്രാപ്പ് വേണമെങ്കിൽ ക്രമീകരിക്കാം. ഞാൻ അങ്ങനെ ചെയ്തിരുന്നു.
മേൽവളമായിട്ട് ഫിഷ് അമൈനോ ആസിഡ് മാത്രമാണ് ഞാൻ ഇവയ്ക്ക് നൽകിയത്. 5-6 ഇലകളായപ്പോൾ ഡൈല്യൂട്ട് ചെയ്ത ഫിഷ് അമൈനോ ആസിഡ് കൊടുക്കുകയാണ് ചെയ്തത്. ആഴ്ചയിൽ ഒരിക്കൽ എന്ന രീതിയിലാണ് നൽകിയതും. ഫിഷ് അമൈനോ ആസിഡ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, അതിൻ്റെ ഉപയോഗങ്ങൾ, എങ്ങനെയാണ് അത് ചെടികൾക്ക് പ്രയോജനപ്പെടുന്നത് എന്നുള്ള വീഡിയോസ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആദ്യമായി കൃഷി ചെയ്യുന്നവർക്കെല്ലാം അത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല രീതിയിൽ പരിപാലിച്ചാൽ 1 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് വിളവുകൾ എടുക്കുവാനും സാധിക്കും. മൂപ്പെത്താത്ത തണ്ടുകളും ഇലകളുമാണ് കറികൾക്ക് അനുയോജ്യം. ഇലകൾ മാത്രമേ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് മൂത്താലും കുഴപ്പമൊന്നുമില്ല. മറ്റുള്ള വിളകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉലുവ കൃഷിക്ക് കീടബാധ വളരെയധികം കുറവാണ്. എങ്കിലും ചിത്രകീടം പോലുള്ള കീടങ്ങൾ ബാധിക്കാറുണ്ട്. അവയ്ക്കെതിരെയെല്ലാം ഒന്നെങ്കിൽ വേപ്പെണ്ണ ഉപയോഗിക്കാം, അതുമല്ലെങ്കിൽ വെളുത്തുള്ളി, കാന്താരി മിശ്രിതം അവയെല്ലാം തളിക്കാവുന്നതാണ്. യെല്ലോ ട്രാപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഉപകാരപ്രദമാകും. കാരണം ധാരാളം ഈച്ചകൾ ഈ രീതിയിൽ നമുക്ക് കെണിയിൽ പെടുത്തുവാൻ സാധിക്കും. അതിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കാൻ ശ്രമിക്കുക. ഉലുവ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഡ്രൈഡ് മെത്തി ലീവ്സ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാവരും അടുത്ത് തന്നെ കാണാൻ ശ്രമിക്കുക. ഉലുവ നമ്മളിങ്ങനെ വളർത്തുമ്പോൾ അതിൽ ധാരാളം കളകൾ കാണാറുണ്ട്. അപ്പോൾ ആരംഭത്തിൽ തന്നെ ഈ കളകൾ നീക്കം ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അല്ലെങ്കിൽ കളകൾ കൂട്ടമായി ആക്രമിച്ച ഉലുവയുടെ വളർച്ചയെ അത് ബാധിക്കും. ഇടയ്ക്കിടെ ചെടികളെ നിരീക്ഷിച്ച് കളകളില്ലെന്ന് ഉറപ്പുവരുത്താം. ചെടികൾ വളർന്നു വരുമ്പോഴുള്ള നനയും വളരെയധികം പ്രധാനമാണ്. ഉലഞ്ഞു പോകാതെ ശക്തിയല്ലാത്ത രീതിയിൽ വേണം നനച്ചു കൊടുക്കാൻ. കൈകളിൽ വെള്ളമെടുത്ത് തളിക്കുകയോ അതുമല്ലെങ്കിൽ സ്പ്രെയറിൻ്റെ സഹായത്തോടു കൂടിയോ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്ത് നമുക്കെടുക്കാൻ പറ്റുന്ന ഒരു വിളയാണ് ഉലുവ. നിലത്തല്ലാതെയും ചെറിയ കുടുംബത്തിന് ആവശ്യമായ രീതിയിൽ ക്യാനുകളിലോ ഗ്രോ ബാഗുകളിലോ ഈ രീതിയിൽ നമുക്ക് കൃഷി ചെയ്തെടുക്കുവാൻ സാധിക്കും. ബാൽക്കണിയിലും ടെറസിലുമെല്ലാം ഇത്തരത്തിൽ കൃഷി ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.